ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിലെ ക്ലൈമാക്സ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. നമ്മുടെ ഇഷ്ട സീരിയൽ ക്ലൈമാക്സ് ആവുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പ്രൊമോ ഒന്നും കാണിച്ചില്ല. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, രാഹുലിന്റെ ഡെഡ് ബോഡി വരുന്ന ദിവസം അത് നാളെയാണ് കേട്ടോ. അങ്ങനെ ഷാരി ചോദിക്കുന്നുണ്ട്, എന്താ രൂപ ഇന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ, അതാണോ സദ്യ വെക്കാൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ രൂപ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, ഇന്നെന്തോ സദ്യ കഴിക്കാൻ തോന്നി, അത് തന്നെ. ചന്ദ്രസേനൻ പറയണ്ടേ, എനിക്ക് ഷുഗറിന്റെ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പാൽ പായസം വേണ്ട, ശർക്കര കുറച്ചിട്ടൊരു പായസം ഉണ്ടാക്കിയാൽ മതി. ശരി, എന്നാലും കല്യാണി മോൾ ഇങ്ങനെ കിടക്കുമ്പോ കല്യാണി മോൾ അങ്ങനെ കിടന്നോളൂ, പായസം വെക്ക്, സദ്യയും വെക്ക് എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് ഷാരി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ശേഷം ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ യാമിനി ഇവിടെ ഇല്ല, സദ്യ എന്നൊക്കെ പറയുമ്പോ 8-9 കൂട്ടം കറി വേണമല്ലോ, എന്നെ കൊല്ലാക്കൊല്ല ചെയ്യോ ഇവര് എന്ന് പറഞ്ഞിട്ട് ഷാരി അടുക്കളയിലേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് എല്ലാ പണിയും ചെയ്യാട്ടോ. 8 കൂട്ടം കറികളും ശർക്കര പായസവും ഊണൊക്കെ വെച്ചിട്ടൊരു സദ്യ തന്നെ ഉണ്ടാക്കാണ്. അപ്പൊ കിരണിനെ ചന്ദ്രസേനൻ വിളിക്കുന്നുണ്ട്, മോനെ കല്യാണി മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഒരു കുഴപ്പമില്ല, അയാളെ കുറച്ച് കഴിയുമ്പോഴേക്കും വാർഡിലേക്ക് മാറ്റും. ആണോ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഉച്ചക്ക് നിനക്ക് ഇങ്ങോട്ട് വരാവോ? നീ വരുമ്പോഴേ രതീഷിനെയും കൂട്ടിക്കോ, പിന്നെ അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാരും കൂട്ടിക്കോ. എന്താച്ചാ അവിടെ അല്ല, ഈ രാഹുൽ മരിച്ച ദിവസം വരെയുള്ള മോനെ നമുക്ക് സദ്യ കൂട്ടി പായസം കൂട്ടി ആഘോഷിച്ചാലോ? അല്ലച്ചാ, അവര് ഡെഡ് ബോഡി വന്നിട്ട് സദ്യ കഴിച്ചാ പോരെ? അല്ല, ഡെഡ് ബോഡി മുമ്പിലിരിക്കുമ്പോ സദ്യ കഴിക്കുമ്പോ അവന്റെ ഡെഡ് ബോഡി ആയോണ്ട് അത് കൊണ്ടുപോയി കഴിയുമ്പോ സാധാരണ എല്ലാവരും ഈ ഡെഡ് ബോഡിയൊക്കെ നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോഴേക്കും തീയിലേക്ക് വെക്കുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് ഒരു സദ്യയല്ല, ഒരു ഊണും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ വരുന്ന ആൾക്കാർക്ക്. അപ്പൊ അതേ രീതി നമുക്കത് ആഘോഷിക്കാച്ച എന്ന് പറയാണ്. എടാ മോനെ, ഇത് അങ്ങനത്തെ സദ്യ അല്ലടാ, സന്തോഷത്തിന്റെ സദ്യയാണ്, നീ ഇങ്ങോട്ട് വാടാ, നമുക്ക് സദ്യ കഴിക്കാം. പിന്നെ കല്യാണി മോൾ റൂമിലേക്ക് മാറിയെങ്കിൽ മോൾക്കും സദ്യ കൊണ്ടുപോകായിരുന്നു, അത് സാരില്ല ചാ, ഞാൻ വരാം എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ കിരൺ ഇങ്ങനെ ചോദിക്കണ്ട, അച്ഛാ ഏത് നിമിഷം വേണമെങ്കിലും അച്ഛനെയോ അമ്മേനെയോ പോലീസുകാർ വിളിക്കാം, അവന്റെ ഡെഡ് ബോഡി ഐഡന്റിഫൈ പോലീസുകാർ ചെയ്യും. ശേഷം എന്തായാലും അയാളുടെ പെങ്ങളാണല്ലോ അമ്മ, അപ്പൊ അതുകൊണ്ട് അമ്മേനെ തന്നെയായിരിക്കും വിളിക്കുന്നത്. പിന്നെ അയാൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് വീടും സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടക്കം ചെയ്യാൻ മിക്കവാറും അവിടെ തന്നെ അടക്കം ചെയ്യേണ്ടി വരും. രൂപ പറയുന്നുണ്ട്, അയ്യോ ഇവിടെയോ, ഞാൻ സമ്മതിക്കില്ല, അയ്യോ അങ്ങനത്തെ ഒരു സാധനം ഇവിടെ അടക്കം ചെയ്യണ്ട എന്ന് പറയാണ്. അപ്പൊ കിരൺ പറയണ്ട, അമ്മേ കല്യാണി പറഞ്ഞത് മരണശേഷമുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ്, മരിച്ച ആളോട് ശത്രുത വേണ്ടെന്നൊക്കെയാ കല്യാണി പറയണത്. ചന്ദ്രസേന പറയുന്നുണ്ട്, കല്യാണി മോള് അങ്ങനെയേ പറയുള്ളൂടാ, അവൾക്ക് ആ ശത്രുതയൊക്കെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ, അത്ര പാവണം ആ മോള്. പക്ഷെ നമ്മളെ പോലെ അല്ല, പക്ഷെ അയാളെ ഏറ്റവും കൂടുതൽ ദോഹിച്ചേക്കണ കല്യാണി അടുത്താണ്. എന്നിട്ട് കല്യാണിക്ക് മോൾ പോലും ക്ഷമിക്കാൻ പറ്റുന്നത് കണ്ടില്ലേ? അച്ഛാ എന്തായാലും ഒരു കാര്യം ചെയ്യാം, അയാളുടെ ഡെഡ് ബോഡി കൊണ്ടാണെങ്കിൽ അവിടെ എങ്ങാനും നമുക്ക് സംസ്കരിക്കാം, അതിനിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം എന്നുവെച്ചാലും ഇനി ഡെഡ് ബോഡി എന്ന് പ്രേതവും കാര്യങ്ങളൊക്കെ ആത്മാവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പേടിക്കവും കാര്യങ്ങളും വേണ്ടല്ലോ. അവന്റെ ആത്മാവ് പോലും ചിലപ്പോ നമുക്ക് ശല്യം ചെയ്യുമോ വെച്ചാ, അത് നീ പറഞ്ഞ ശരിയാണ്. എന്നാ എന്താ വെച്ചാ ചെയ്യാം മോനെ, ആദ്യം പോലീസുകാരെ വിളിക്കോ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ ഉച്ചക്ക് കഴിക്കാൻ വാ എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛാ എന്ന് പറയുന്നുണ്ട്. ഉച്ചക്ക് മുമ്പ് തന്നെ രൂപയുടെ ഫോണിലേക്ക് കോള് വരുവാട്ടോ. ഹലോ ഹലോ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, നിങ്ങളുടെ ബ്രദർ ആണോ രാഹുൽ? അതെ, എന്താ സർ? നിങ്ങളുടെ ബ്രദറെ, സോറി പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ, ഒരു സങ്കട വാർത്തയുണ്ട്. നിങ്ങളുടെ ബ്രദർ പോലീസ് സ്റ്റേഷനിൽ ജയിലിലായിരുന്നല്ലോ, പരോളിൽ ഇറങ്ങിയ ആള് എന്താവശ്യത്തിനാണ് കാട്ടിൽ പോയെന്ന് അറിയില്ല, കാട്ടിൽ പോയിട്ട് അവിടുത്തെ മൃഗങ്ങൾ വലിച്ചു കീറി കൊന്നു കേട്ടോ. അയാളാണെന്ന് അറിയില്ലായിരുന്നു ആദ്യം. പോസ്റ്റ്മോർട്ടം ചെയ്തു, ബോഡി ഐഡന്റിഫൈ ചെയ്തു, പിന്നെ കയ്യിലെ പേഴ്സ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തപ്പോഴേക്കും രാഹുലാണെന്ന് മനസ്സിലായി. അയ്യോ സാറേ, എന്റെ ബ്രദർ തന്നെയാണോ എന്നൊക്കെ രൂപ വെറുതെ അഭിനയിക്കുകയാണ്. അതെ, എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആംബുലൻസ് അവിടെ എത്തും എന്ന് പറയാണ്. ശരി സാറേ, ആയിക്കോട്ടെ എന്നൊക്കെ അവന് രൂപ വെക്കുന്നുണ്ട്. ആരാട് വിളിച്ചത്? പോലീസ് സ്റ്റേഷനാ. അവന്റെ ഡെഡ് ബോഡി ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ എത്തുമെന്നോ? എങ്കിൽ അവന്റെ മോളും കൂടി ഇവിടെ വേണ്ടിട്ടോ ഡെഡ് ബോഡി കാണാൻ. അത് വേണം എങ്കിൽ എത്താൻ സരുവിനെ വിളിക്ക്, ഇങ്ങോട്ട് വരാൻ പറ. ശരി ചന്ദ്രേട്ടാ എന്ന് പറയണം. രൂപ സരുവിനെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. ആന്റി ആണല്ലോ. ഹലോ ആന്റി, എന്താ ആന്റി? മോള് ഫ്രീ ആണോ? ഞാൻ ഓഫീസിലാണ്. മോളൊരു കാര്യം ചെയ്യാവോ, അവിടെ നമ്മുടെ ഹരിയേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടെ ഇങ്ങോട്ടേക്ക് പോന്നേക്ക്, ഹരിയേട്ടനെ അപ്പൊ കാര്യങ്ങൾ പറഞ്ഞോളാം. എന്താ ആന്റി, എന്ത് അത്യാവശ്യമുണ്ടോ? അല്ല, മോളൊന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട്. ആണോ, ഞാൻ ഇപ്പൊ വരാം ആന്റി എന്ന് പറഞ്ഞിട്ട് സരിയു ഫോൺ വെക്കിട്ട് വീട്ടിലേക്ക് വരേണ്ട രൂപയുടെ കേട്ടോ. അങ്ങനെ സരിയു ചോദിക്കട്ടെ, എന്താ ആന്റി, എന്താ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞത്? അതോ ഒന്നുമില്ല മോളെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്ര തന്നെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് ഒരു ആംബുലൻസിന്റെ ഒച്ച കേൾക്കാട്ടോ, ശബ്ദം കേൾക്കാണ് പുറത്തു നിന്നിട്ട്. ഷാരി പറയണ്ട, അയ്യോ അതൊരു ആംബുലൻസിന്റെ സൗണ്ട് അല്ലേ? സരിയുവിനെ കാര്യം മനസ്സിലായി. ശരിയാണല്ലോ, ആംബുലൻസ് ഇങ്ങോട്ടേക്കാ വരുന്നതല്ലോ എന്ന് പറഞ്ഞിട്ട് സരിയും ഒറ്റ ഓട്ടം മുറ്റത്തേക്ക് ഓടുവാട്ടോ. ആ സമയത്ത് ചന്ദ്രസേനയും രൂപയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. ആംബുലൻസിന് സരിയു അപ്പൊ തന്നെ, അയ്യോ അമ്മേ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആംബുലൻസിലെ ഡോർ തുറക്കുമ്പോഴേക്കും ആംബുലൻസിലെ ആ ഒരു ആള് പറയുന്നുണ്ട്,
കാണാനായിട്ടൊന്നും ഇല്ല കേട്ടോ. ബോഡി ഐഡന്റിഫൈ ചെയ്തത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്, രാഹുൽ തന്നെയാണ്. പിന്നെ ബോഡി കാണാൻ മാത്രമൊന്നും ഇല്ല. പിന്നെ ഫോട്ടോ വെച്ചിട്ട് വരേണ്ടവർക്കൊക്കെ വരാൻ അത്രമാത്രമേ ഉള്ളൂ. അയ്യോ അപ്പൊ കാണാനൊന്നും ഇല്ല, ഞങ്ങൾക്ക് അവസാനമായിട്ട് ഞങ്ങളുടെ അച്ഛനെ കാണാൻ പറ്റില്ല എന്നൊക്കെ സരിയു ചോദിക്കുകയാണ്. ഇല്ല കേട്ടോ എന്ന് പറയണ്ട. അങ്ങനെ ആ ഒരു സംഭവം, അതായത് ഒന്നുമില്ല അതില്, വെറുതെ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഒരു സംഭവം അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചന്ദ്രസേനെ അതുപോലെ രൂപനെ ദേഷ്യത്തിൽ നോക്കാണ് സരിയു കേട്ടോ. ചന്ദ്രസേനൻ പറയണ്ട്, എന്ത് പറ്റി, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച നിന്റെ അച്ഛൻ മരിച്ചു അല്ലേ, ഇയാളുടെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോ സരിയു പറയണ്ട്, എന്റെ അച്ഛനെ മനഃപൂർവ്വം കൊന്നതാണെന്നോ ആർക്കറിയാം, മനഃപൂർവ്വം ആര് കൊല്ലാനടി നിന്റെ അച്ഛന്, അല്ല അച്ഛൻ കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. രൂപേ കണ്ട ഇവിടെ തനി സ്വരൂപം പുറത്തു വരുന്നത് കണ്ടോ? കണ്ടു ചന്ദ്രേട്ടാ, ഇവിടെ തനി സ്വരൂപം പുറത്തു വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ കിരണിനും കല്യാണിക്കായിരുന്നല്ലോ ഇവിടെ വലിയ വിശ്വാസം, അവർക്ക് എന്നെ കാണിച്ചു വെക്കണം ഇവിടെ തനി സ്വരൂപം എന്ന് പറയാണ്. സരിയുടെ മട്ടൊക്കെ മാറുവാട്ടോ. സരിയു, എന്തായാലും എന്റെ അച്ഛനെ അവൻ കൊന്നതായിരിക്കും കിരൺ അല്ലേ, കിരൺ എങ്ങനെ കൊല്ലണ്ടായിരുന്നു, അതും ഈ രീതിയിൽ കൊല്ലണ്ടായിരുന്നു. അച്ഛനോട് ശത്രുത എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഈ രീതിയിൽ കൊല്ലുന്നതൊക്കെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു ഇങ്ങനെ കരയാണ്. രൂപ പറയണ്ടേ, നീ വലിയ ആളൊന്നും ചമയണ്ട, നോക്ക് ഇയാൾ മരിച്ചത് മരിച്ചു, എന്തായാലും ഇവിടെ അടക്കം ചെയ്യാൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ല, പിന്നെ സ്വന്തം അമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു ആങ്ങളായി പോയില്ലേ, അതുകൊണ്ട് വേണമെങ്കിൽ സമ്മതിക്കാം, അല്ലെങ്കിൽ വരെ പൊതു ശ്മശാനത്തെ കൊണ്ട് അടക്കം ചെയ്യും എന്ന് പറയണം. ഷാരി പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിച്ചൊരുത് സംസാരിക്കല്ലേ, എന്തൊക്കെ പറഞ്ഞാലും കൊച്ചിന്റെ അച്ഛനല്ലേ എന്ന് പറയാണ്. നിന്നെ ചതിച്ച ആളല്ലേ, എന്താ ചെയ്തോ, നിങ്ങൾ എന്തായാലും വിളിച്ചറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ചന്ദ്രേട്ട ഒരു ഗ്ലാസ് പായസം കൂടി വേണമെന്ന് പറഞ്ഞില്ലേ, അതേടോ പായസം തരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിക്കാണ്. ഷാരി എടുത്ത് സരിയു പറഞ്ഞിട്ട്, കണ്ടില്ലേ എല്ലാവരുടെ സന്തോഷം, എന്റെ അച്ഛൻ എല്ലാരും കൂടി കൊന്നു, അച്ഛൻ കല്യാണിനെ കൊല്ലാൻ വേണ്ടി പോയി, കല്യാണി മരിച്ചുമില്ല, അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു, എന്റെ അച്ഛൻ മരിച്ചു. ഷാരി അപ്പൊ തന്നെ സരിനെ ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ്. എടി എല്ലാത്തിനും കാരണം നീ ഒറ്റ എടുത്തിയാണ്, എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനമായല്ലോ, നിന്റെ ദുർവാശിയാടി ഇവിടെ ഈ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരിയുനെ കുറ്റപ്പെടുത്തണൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ പോലീസുകാരൻ മാർട്ടിൻ, അയാൾ കിരണിന്റെ അടുത്തേക്ക് വരുവാണ്. കിരണിനോട് പറയണ്ടല്ല, നിങ്ങൾ കഴിഞ്ഞ ദിവസം രാഹുൽ എന്ന് പറഞ്ഞ ഇവിടുന്ന് പോയ ആ ഒരു ജയിൽ പുള്ളി അന്വേഷിച്ച് നടക്കുവാന്നൊക്കെ പറഞ്ഞല്ലോ, ഇന്ന് അയാൾ മരിച്ചു അല്ലേ, അതെ കാട്ടിൽ വെച്ചിട്ട് മരിച്ചു എന്ന് കേട്ടല്ലോ, കാട്ടുമൃഗങ്ങൾ ഭക്ഷിച്ചിട്ട്. അല്ല കിരണെ, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിലേക്ക് കൊണ്ട് തള്ളിയതാണോ അയാളെ? എന്താ സാറേ, ആര് മരിച്ചാലും എന്റെ തലയെ കൊണ്ട് ഇടുന്നത്? അല്ല കല്യാണം ഉപദ്രവിച്ചപ്പോ തനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേലൂന്റെ ഊരി കൊണ്ടിട്ട് ആരും അറിയാതെ അയാളെ കെട്ടിയിട്ട് ആണോ കൊന്നത്? അല്ല അയാളെ മരിച്ച സ്ഥലത്തെ കയറും തുണിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോ ഒരു സംശയം. ഏതായാലും ഈ കേസ് ഞാൻ അന്വേഷിക്കണത് ഞാനൊന്നും അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഗംഗപ്രസാദിന്റെ കേസ് ഏകദേശം തെളിഞ്ഞിട്ടോ, താനാണ് ആദ്യ പ്രതിയായിട്ട് ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. കിരൺ പറയണ്ട, സാറിന് തെളിവൊക്കെ കിട്ടി, സാറിന് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് കിരൺ പറയണ്ട. സന്തോഷത്തോടെ ഞാൻ നിന്ന് തരും, തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം എന്ന് കിരൺ പ്രത്യേകം പറയണ്ടേ. എന്തായാലും കിരൺ അറസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, തെറ്റ് തന്നെയാണല്ലോ. പക്ഷെ അവിടെ നിന്ന് കിരൺ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇനി അടുത്ത ആഴ്ചകളും ഉള്ളൂ എന്ന് പറയുന്നുണ്ട് സീരിയല്. എന്തായാലും നമുക്ക് ആ ഒരു സീരിയലിന്റെ ഡേറ്റ്, അത് പുതിയ സീരിയലിന്റെ ഡേറ്റ് അറിയുമ്പോൾ ഈ സീരിയൽ 6-ാം തീയതി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയും കൂടിയേ മൗനരാഗം ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും അവരിപ്പോ പ്രൊമോ ഇടാത്ത കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.